ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ബാലൻസ് എന്ന് പറയാക്കൂല, ഒരു സെക്കൻഡ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വേറൊരു ലുക്കായിരുന്നു ചെയ്തത്. അന്നേ ദിവസം തന്നെ വേറൊരു ലുക്ക് നമ്മൾ സെക്കൻഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ വേറൊരു ടിപ്സ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മാരേജ് വർക്കൊക്കെ കിട്ടിയതിന് ശേഷം നമുക്കൊരു റിസപ്ഷൻ മേക്കപ്പാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ മേക്കപ്പ് രണ്ടാമതൊരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ടൈം ഒക്കെ സമയമൊക്കെ നമുക്ക് അതനുസരിച്ച് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് ഫേസിലുള്ള മേക്കപ്പ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാതിരിക്കുക. എന്നതിന് ശേഷം ഐ മേക്കപ്പും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും മാത്രം ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ ഡ്രസ്സ് ഏതാണോ ആ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് നമ്മൾ ഫസ്റ്റ് വൺ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യുക. എന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലിലോട്ട് പോയാൽ മതിയാവും. അപ്പോൾ കുറച്ച് പേര് ചോദിക്കും, ഇപ്പോൾ നമുക്കിപ്പോൾ നന്നായിട്ട് സ്വെറ്റായിട്ട് ഫുള്ള് മേക്കപ്പൊക്കെ അവിടെ ആയിട്ട് പാച്ചസ് ആയിട്ടുണ്ടാകത്തില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഓയിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ഫുൾ ഫേസിലുള്ള ആ ഓയിലിനെല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒപ്പിയെടുക്കുന്നത് പോലെ നമ്മൾ ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ആ മേക്കപ്പ് എത്രത്തോളം ബെറ്റർ ആണ് എന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ചെറിയ ലെവലിൽ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ പുറത്ത് ബാലൻസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഐ മേക്കപ്പ് റിമൂവ് ചെയ്തു, ലിപ്സ്റ്റിക്കും റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഡ്രസ്സിന് മാച്ചാവുന്ന ലെവലിൽ ഒരു ഐ ഷാഡോയും ഒക്കെ ചെയ്ത് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ മേക്കപ്പും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് പിന്നീട് വേറൊരു ഹെയർ സ്റ്റൈലും കൂടിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാണുമ്പോൾ അത് കറക്റ്റ് മനസ്സിലാകും.
അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞതിന് ശേഷം ലൂസ് പൗഡറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത് ഫേസിലൊരു ചെറിയൊരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ മേക്കപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മാച്ചാവുന്ന ലെവലിലുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത് കാണുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്കപ്പ് വർക്ക് എന്ന് പറയുന്നത് ഓൾ കേരളയാണ്. അപ്പോൾ മേക്കപ്പ് വർക്കിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് ബുക്കിംഗ് ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമ്മുടെ മേക്കപ്പ് റേറ്റിന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം കോൺടാക്റ്റ് ചെയ്യുക. ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഫാൾട്ടുകൾ നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണ് എന്നുള്ളത് കാണുക.